ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചയൂണ് കറികളും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം നല്ലൊരു പ്രഭാതമൊക്കെ കണ്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കും ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നലെ കടലക്കറി ഉണ്ടാക്കിയേണ്ട കുറച്ച് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതിലേക്ക് പറ്റിയൊരു നീർദോശ ആകുമ്പോൾ കടലക്കറി കൂട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ കടൽക്കറി വേസ്റ്റ് ആവും ചെയ്യില്ല. പിന്നെ നീർദോശ ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് വേണം എനിക്കിനി. ചില ദിവസങ്ങളിൽ കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസമൊന്നും കാപ്പി കുടിക്കാറില്ല. ചില ദിവസം കാപ്പി കുടിച്ചാൽ പണികൾ നടക്കും. മധുരം ഒട്ടും ഇല്ലാത്ത ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ചൂട്ടോടെ തന്നെ കുടിച്ചാൽ എനിക്കൊരു ഉഷാറാവുള്ളൂ. അപ്പോൾ കാപ്പി കാലത്ത് തന്നെ കുടിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയുന്നേക്കാം. പക്ഷെ എനിക്ക് ചായ തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാപ്പി കുടിക്കുന്നത്. നല്ലൊരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ദേ നീർദോശയ്ക്കുള്ള നാളികേരം കൂടി ഒന്ന് ചിരവിയെടുത്ത്. അപ്പം നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് നീർദോശ ഉണ്ടാക്കുന്നത്. പച്ചരി ഒന്ന് കുതിർത്തിട്ടല്ല. അപ്പോൾ ദേ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 3/4 കപ്പോളം നാളികേരം ചിരവിയതും പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. നന്നായി അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് പിന്നെ അഴിച്ചെടുക്കാനായി ആവശ്യത്തിലധികം വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ഒരു മോരും വെള്ളത്തിൻ്റെ ഒക്കെ ഒരു പാകത്തിൽ നമ്മൾ വെള്ളമൊഴിച്ച് മാവൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ നന്നായി ചൂടാക്കിയിട്ട് ഞാൻ നീർദോശയുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നീർദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ പാൻ ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം പാൻ നന്നായിട്ട് ചൂടായി ഇരിക്കുമ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കാലത്തൊക്കെ വേറെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അപ്പത്തിനോ ഇട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ നീർദോശ. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സുഖമായി കാലത്ത് തന്നെ കുറച്ച് അരിപ്പൊടിയും കുറച്ച് നാളികേരവും കുറച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ മാവ് റെഡിയാക്കി അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം.
അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശയും പിന്നെ കടലക്കറിയും. പിന്നെ കാപ്പി വേണ്ടാന്ന് വിചാരിച്ചു, ഒരു കാപ്പി കുടിച്ചതാണ്, അപ്പം ഇനി കാപ്പി വേണ്ട. അപ്പോൾ അതേ നമ്മൾ പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഒരു ഉപ്പേരിയും പിന്നെ ഒരു മീൻകറി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പേരിക്കായിട്ട് ഇതേ നല്ല അധികം മൂക്കാത്ത പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്ത് ഒന്ന് മെഴുക്ക് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഉപ്പേരി എന്നാണ് പറയാട്ടോ. അപ്പോൾ പയറുപ്പേരി, കൂർക്കുപ്പേരി അങ്ങനെയുള്ള ഉപ്പേരികൾ ആണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ക്യാരറ്റ് അങ്ങനെ ഉള്ളതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ബീട്രൂട്ട് വയ്ക്കാറുണ്ട്. ബീട്രൂട്ട് എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും മോന് ഇഷ്ടമായതുകൊണ്ട് ബീട്രൂട്ട് ഉണ്ടാക്കാറുണ്ട്. മിക്കതും പയർ തന്നെയാവും. അതുപോലെ കായ അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം ഇവിടെ. അപ്പോൾ പയറൊക്കെ അരിഞ്ഞെടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അരിഞ്ഞെടുത്ത പയർ കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതേ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുള്ളി ചതച്ചതും കറിവേപ്പിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പയർ തോരൻ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ചെറുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് മൂപ്പിച്ച് അതിലേക്ക് മുളക് പൊടി മൂപ്പിച്ചിട്ട് പിന്നെ പയറിട്ടിട്ട് കാച്ചിയെടുക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ മറക്കും, അത് ആദ്യം ചതച്ച ഉള്ളി അങ്ങോട്ട് ഇടും, പിന്നെ കടുക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കടുക് ആദ്യം ഇട്ടിട്ട് എല്ലാം പൊട്ടി വന്നതിന് ശേഷം ചെറുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുത്ത പയറുപ്പേരിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ മിക്കതും ചെയ്യാറുണ്ട്, ചില ദിവസം മറക്കുമ്പോൾ ഇങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പയറുതോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ട് വേണം ഇനി നമുക്ക് മീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മീൻ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മീനൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതേ നമ്മൾ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ ഇവിടെ തണുപ്പായി തുടങ്ങി. അപ്പോൾ അത് കാരണം 1-2 ദിവസം കൂടുമ്പോൾ ഇപ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അങ്ങനെ വല്ലാണ്ട് ചൂടൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ ഒഴിക്കാറില്ല വെള്ളം. അപ്പോൾ ഒഴിക്കുമ്പോൾ നല്ലോണം ഒഴിക്കും. അപ്പോൾ പിറ്റേ ദിവസം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇന്ന് മീൻ മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഞാൻ അടിച്ചെടുക്കട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അല്ല ചെയ്യാറ് ഞാൻ. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുമ്പോഴാണ് ഒന്ന് കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവുക. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിനുശേഷം പിന്നെ നമ്മൾ ചെറുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഇതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ മീൻ ചാളയ്ക്ക് ഇങ്ങനെ മുളകിട്ട കറി വയ്ക്കുമ്പോൾ തക്കാളിക്ക് ഇട്ടാണ് വയ്ക്കാറ്. പക്ഷെ സാധാരണ മീൻ കറിയിൽ ഞാൻ അങ്ങനെ നാളികേരം അരച്ച കറിയിലൊന്നും തക്കാളി ഇടാറില്ല കേട്ടോ.
അപ്പോൾ അതേ തക്കാളി കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊന്ന് ചെറുതായി ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് പിന്നെ ബാക്കി ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ പുളി, ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നന്നായി ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ കുടംപുളിയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. മീനൊക്കെ ഇട്ടതിന് ശേഷം ചെറുതായി തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതേ മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെറിയ തീയിൽ അങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറിയൊക്കെ വറ്റി നന്നായിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പം ഇനി ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചാറിനൊക്കെ ഒന്ന് കട്ടിയാവും. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ മീനും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. ഒരു കുഞ്ഞു ഉച്ചയൂണാണ് കേട്ടോ. അപ്പം അതേ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുണ്ടായിരുന്ന കടുമാങ്ങ അച്ചാറ്, പയറ് ഉപ്പേരി ഉണ്ട്, പിന്നെ അതേ മത്തി വറുത്തതുണ്ട്, പിന്നെ നമ്മുടെ കറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.